ഇവിടുത്തെ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ലാഭത്തിൽ ഏകദേശം ഒരു 8.2% ഒരു ഇടിവാണ് ഒരു ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ. അതായത് 5237 കോടി രൂപയിൽ നിന്ന് 4809 കോടി രൂപയായിട്ട് ചുരുങ്ങുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2.7% ഒരു വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 11,953 കോടി രൂപ. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 47.2% ഒരു കുറവുണ്ടാകുന്നു. അതായത് കമ്പനിക്ക് കൂടുതൽ എമൗണ്ട് ഇതുവഴി ഇപ്പോൾ ലോണിനത്തിലൊക്കെ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കൂടാതെ അതർ ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 32% ഒരു കുറവുണ്ടാകുന്നു. അതായത് 5166 കോടി രൂപ അതർ ഇൻകമായി ലഭിച്ചത് 3515 കോടി രൂപയായിട്ട് ചുരുങ്ങുന്നു. എന്തായാലും കമ്പനിയുടെ ഒരു ലാഭം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 8% ഒരു കുറവ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഗ്രോസ് NPA ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും ഒരു കുറവുണ്ടാകുന്നു എന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. 2.28% ഒരു ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റിൽ നിന്നും 2.16% നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ 0.60% നിന്ന് ഏകദേശം 0.57% ആയിട്ടും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കുറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ കാണാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയുടെ ഒരു ചാർട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 17th സെപ്റ്റംബറിലാണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് 249 എന്ന ഹഡിൽ മറികടന്ന് അതൊരു റീടെസ്റ്റ് സോണായി ആക്ട് ചെയ്ത് വീണ്ടും ഒരു കണ്ടിന്യൂസ് റാലി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി സ്ട്രോങ്, അതായത് എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. കറൻറ്റ്ലി 4.35% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പ്രോപ്പർ വോളിയം സപ്പോർട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 280 എന്ന ലെവൽ കൺസിഡർ ചെയ്യാം. അതായത് ഒരു നിയർ ടേം സപ്പോർട്ടായി 280 എന്ന ലെവൽ കൺസിഡർ ചെയ്യാമെന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ.